ഹേയ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇതൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ പറയാറില്ലേ, ഞാൻ എല്ലാ ആഴ്ചയും എൻ്റെ വീട്ടിൽ പോകുന്നു. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ വീട്ടിൽ നിന്ന് ഉമ്മാനെയും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ താത്താൻ്റെ വീട്ടിൽ പോകും കേട്ടോ. എൻ്റെ താത്ത എന്ന് പറഞ്ഞാൽ എൻ്റെ മൂത്ത സിസ്റ്ററാണ്. ഞങ്ങൾ ആക്ച്വലി 3 പേരാണ്. ഞാൻ ഏറ്റവും യങ്ങസ്റ്റ് ഞാനാണ്. പിന്നെ എനിക്കുള്ളത് ഒരു കാക്കയും ഒരു ഇത്താത്തയും. അതിൽ ഏറ്റവും മൂത്തത് ഇത്താത്താണ്, പിന്നെ ഇക്കാക്ക, പിന്നെ ഞാൻ. അപ്പോൾ താത്താൻ്റെ വീട് തിരൂരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ താത്താനെ കാണാനും വേണ്ടിയിട്ട് വന്നതാണ്. താത്തക്ക് 2 മക്കളാണ് കേട്ടോ. ഇത്താത്ത ഇവിടെ തിരൂര് അൽഫിത്രയിലെ ടീച്ചറാണ്. ഇപ്പം ഈ കണ്ട വീടില്ലേ, ഇത് എത്രയോ വർഷം പഴക്കമുള്ള വീടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ അടുത്ത് താത്തൻ്റെ മോളെ കല്യാണമൊക്കെ ആ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കിനും ഒരു 1.5 വർഷം ആയിട്ടേ ഉണ്ടാവുള്ളൂ ഇത് ഇത്രയും റെനോവേറ്റ് ചെയ്തിട്ട്. അങ്ങനെ ഞങ്ങൾ പോയപ്പോൾ അവർ ലഞ്ച് കഴിക്കാൻ കേട്ടോ. അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ ലഞ്ച് കഴിക്കാനിരുന്നു. ഉമ്മൻ്റെ ഫുഡില്ലേ, ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ് ഉമ്മൻ്റെ ഫുഡ്. അപ്പോൾ അങ്ങനെ ഞങ്ങളും ലഞ്ച് കഴിക്കാനിരുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിനും ഉമ്മ സ്നാക്സിൻ്റെ പരിപാടി തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ചിക്കൻ സമോസയും പഴംപൊരി ആയിരുന്നു ഉമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഞാൻ മാംഗ്ലൂർ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്രെയിൻ കയറുന്നതും ട്രെയിൻ ഇറങ്ങുന്നതൊക്കെ തിരൂരിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എപ്പോഴും ഇവിടെ വന്ന് നിന്നിട്ടാണ് ട്രെയിൻ കയറുന്നതും, അതുപോലെ ഇവിടെ വന്ന് 2 ഡേയ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ കോളേജൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മ നല്ല അടിപൊളി ഫുഡൊക്കെ എനിക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമ്മുടെ ഈ വീട് റെയിൽവേ സ്റ്റേഷൻ്റെയും അതുപോലെ ബസ് സ്റ്റാൻഡിൻ്റെയും ഒക്കെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റേഷനിലേക്കൊക്കെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ എന്നെ എപ്പോഴും ഉപ്പാണ് ഡ്രോപ്പ് ചെയ്യാറും അതുപോലെ എന്നെ കൂട്ടാൻ വരുന്നതൊക്കെ. മാത്രമല്ല കോളേജിൽ പോകുമ്പോൾ എപ്പോഴും ഉമ്മൻ്റെ വക എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഉണ്ടാവും കേട്ടോ. ഉമ്മൻ്റെ ഒരു ഡേറ്റ്സും ലെമണും പിക്കിളുണ്ടായിരുന്നു. അതിൻ്റെ ഹോസ്റ്റലിൽ ഭയങ്കര ഫേമസ് ആയിരുന്നു, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോകുമ്പോൾ ഉമ്മ വലിയ വലിയ ഡബ്ബ എനിക്ക് തരുമായിരുന്നു. എനിക്ക് കൊണ്ടുപോകാനുള്ളൊരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ രീതിയിൽ കുക്കിംഗ് ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഉമ്മ ഉണ്ടാക്കുന്ന പോലെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ ഫസ്റ്റ് ഉമ്മനാണ് വിളിക്കുക. എന്നിട്ട് ഓരോ കാര്യം ഉമ്മൻ്റെ അടുത്ത് ചോദിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കൽ കേട്ടോ. ഇതിപ്പോൾ ഉമ്മ ഉപ്പ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ സിസ്റ്ററിൻ്റെ ഇൻലോസ് ആണ് കേട്ടോ. ആ സിസ്റ്ററിൻ്റെ ഇൻലോസ് ആണെങ്കിലും എനിക്ക് ഉമ്മനിപ്പിനെയൊക്കെ പോലെ തന്നെയാണ്. അങ്ങനെ നമ്മളെ ചായ 2 പാത്രത്തിലായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പാൽ ചായയും അതുപോലെ ഒരു പാത്രത്തിൽ കട്ടനും. അവിടെ ഉള്ളവർക്കൊക്കെ കട്ടനാണ് കേട്ടോ ഇഷ്ടം, പക്ഷെ ഞങ്ങൾക്കൊക്കെ നല്ല പാൽ ചായയാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് 2 ഉണ്ടാക്കുന്നത്. ഞാനും പണ്ട് കട്ടൻ മാത്രമേ കുടിക്കുകയുള്ളായിരുന്നു കേട്ടോ. കല്യാണം കഴിഞ്ഞ് കോഴിക്കോടൊക്കെ എത്തിയതിന് ശേഷമാണ് ഇതുപോലെ പാൽ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് എന്താ വെച്ചാൽ നല്ല ചായ മാത്രമേ ഇപ്പോൾ കുടിക്കാറുള്ളൂ. അതായത് പാല് കുറച്ചായിട്ട് കുറേ വെള്ളമൊക്കെ ചേർത്ത ചായ ആണെങ്കിൽ നമുക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. ഇതുപോലെ നല്ല തിക്കലും അത്യാവശ്യം നല്ല സ്ട്രോങ്ങിലാണ് നമുക്കെല്ലാവർക്കും ചായ ഇഷ്ടം. അപ്പം ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇതൊരു പഴയ വീടായിരുന്നു. ഇതിങ്ങനെ 1 ബൈ 1 ആയിട്ട് ആദ്യം കിച്ചൺ റെനോവേറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി വീട് ഫുള്ള് റെനോവേറ്റ് ചെയ്തതാണ് കേട്ടോ. അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു ഈ ബാത്റൂം കേട്ടോ. ഇതിൻ്റെ ഉള്ളിലത്തെ ഈ വിൻഡോ തുറന്നാൽ നേരെ ആ കിണറിലേക്കുള്ള ആ ഒരു ആക്സസ് ആണ്. അപ്പോൾ അതിൽ നിന്നും നല്ല വെള്ളമൊക്കെ കോരി കുളിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട്. ഇപ്പം അങ്ങനെ കോരി കുടിക്കലൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. പഴയ വീടിന് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, മുകളിലോട്ടൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ റെനോവേഷൻ ചെയ്തപ്പോൾ മുകളിലോട്ടും സ്റ്റെയർ കേസൊക്കെ വെച്ചിട്ട് 2 റൂമും കൂടെ ആഡ് ചെയ്തിട്ടാ. പിന്നെ അന്ന് അപ്സ്റ്റെയർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് താഴൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഇപ്പം അപ്സ്റ്റെയർ വന്നുകൊണ്ട് താഴത്തെ ചൂടിനൊക്കെ നല്ല കുറവുണ്ട് കേട്ടോ. പിന്നെ ഈ വീട് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ തിരൂർ ടൗണിൻ്റെ ഒരു ഹൃദയത്തിലാട്ടോ. ഒരു സൈഡിൽ ഫിഷ് മാർക്കറ്റ് ഉണ്ട്, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട്, പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റാൻഡ് ഉണ്ട്, ഫോറിൻ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഉള്ളിലാണ് കേട്ടോ ഈ വീട് ഇരിക്കുന്നത്. പിന്നെ ഇതൊക്കെ മാക്രിമേൻ്റെ പ്ലാൻ ഹാങ്ങേഴ്സാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്താത്തക്ക് ഹൗസ് വാമിംഗ് ഒക്കെ ആയപ്പം ഓരോ സ്ഥലത്ത് സെറ്റ് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ ഈ മുകളിലോട്ടുള്ള സ്റ്റെയർ കേസും അതുപോലെ മുകളിലുള്ള റൂംസൊക്കെ
പിന്നെ റെനോവേഷൻ കഴിഞ്ഞപ്പോൾ സെറ്റ് ചെയ്തതാണ്. ആദ്യം ഇവർക്ക് ഗ്രൗണ്ട് ഫ്ലോർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇത് നമ്മളൊക്കെ തറവാട്ടിലൊക്കെ ഉണ്ടാവൂലേ പത്തായം, നമ്മൾ അരിയും സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യണ സാധനം, അതാണ് കേട്ടോ. അതിനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് മുകളിലത്തെ ഒരു റൂമാണ് കേട്ടോ, ബാത്ത് അറ്റാച്ച്ഡ് ആണ്. പിന്നെ അപ്പുറത്തെ റൂം അത്യാവശ്യം വലിയ റൂമാണ്, നല്ല വിശാലതയുള്ള റൂമാണ്. താത്തക്ക് ഒരു മോളൊരു മോനേ ഉള്ളൂ. അപ്പോൾ മോള് ആദില എന്നാണ് പേര്, ഞങ്ങളൊക്കെ ആദിന്ന് വിളിക്കും. ആദിൻ്റെ കല്യാണമൊക്കെ ആയപ്പം ഈ റൂം അങ്ങ് സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സിങ് ടേബിളും വാർഡ്രോബും സോഫയും ഒക്കെ ഇടാനുള്ള സ്പേസ് ഇതിനകത്തുണ്ട് കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് കേട്ടോ. പിന്നെ ചൂടുകാലത്തൊന്നും AC ഒന്നും ഇല്ലാണ്ട് കിടക്കാൻ പറ്റില്ല, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അങ്ങനെ വീഡിയോയിലെടുത്ത് ഞാൻ താഴെ എത്തിയപ്പോഴത്തേക്കിനും സമൂസൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഉമ്മ പഴം പൊരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. എനിക്കെപ്പോഴും ഞാൻ കുക്ക് ചെയ്ത് കഴിക്കുന്നേക്കാളും ഇഷ്ടം വേറെ ആരെങ്കിലും കുക്ക് ചെയ്ത് തരുന്നതാട്ടോ. ഇഷ്ടം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിപ്പോൾ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ആരെങ്കിലും ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരുന്നത് ഭയങ്കര ഇഷ്ടമല്ലേ. പക്ഷെ എനിക്ക് ടേസ്റ്റും അങ്ങനെ തോന്നാറ് കേട്ടോ. എൻ്റെ ഫുഡ് എനിക്ക് അത്ര ഒരു ഗ്രേറ്റ് ടേസ്റ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറില്ല. അതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഫുഡൊന്നും ഒരുപാടൊന്നും എനിക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ഞാൻ ശരിക്കും ആസ്വദിച്ച് കഴിക്കാറുണ്ട്. ചില ആളുകൾ ചില ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതായത് അവരതിൽ ഭയങ്കര പ്രോ ആയിരിക്കും അല്ലേ. ചില ഡിഷ് ചിലരത് ഭയങ്കര ടേസ്റ്റ് അല്ലേ. എൻ്റെ ഉമ്മൻ്റെ പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഉമ്മൻ്റെ പഴംപൊരി ഭയങ്കര ഇങ്ങനെ കുറച്ചിങ്ങനെ ബലൂൺ പോലെ ഇരിക്കുന്നുണ്ടാവും, മാത്രമല്ല ഭയങ്കര ക്രിസ്പി ആയിരിക്കും. അതുപോലെ ഉമ്മ മുട്ട ബജി ഉണ്ടാക്കും, അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തിരൂരത്തെ ഉമ്മൻ്റെ ഒരു ഫേവറേറ്റ്, അതായത് എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞത് താറാവ് മുട്ട വറുത്തരച്ചിട്ടൊരു കറി ഉണ്ടാക്കും. പിന്നെ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നേരിയ പത്തിരിയും. അത് ഞാൻ എത്ര ട്രൈ ചെയ്താലും ഇവിടുത്തെ ഉമ്മ ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലോ ആ ഒരു കൺസിസ്റ്റൻസിയിലോ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ ഉമ്മ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് എനിക്ക് കിട്ടാറേ ഇല്ല. ഇതാണ് എൻ്റെ സിസ്റ്ററിൻ്റെ മോന് അഹ്നാഫ്. അപ്പോൾ എൻ്റെ 3 ഗേൾസിനുള്ള ഒരേ ഒരു ബ്രദറാണ് അഹ്നാഫ്. മാഷാ അല്ലാ, സ്കൂൾ പഠിത്തത്തിൻ്റെ കൂടെ തന്നെ ഖുർആൻ ഹാഫിളാക്കാനും കൂടെയുള്ളൊരു ശ്രമത്തിലാണ് കേട്ടോ അഹ്നാഫ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചായ കുടിക്കാനിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സമൂസയും പഴംപൊരിയൊക്കെ. പിന്നെ ഒരു സ്പെഷ്യൽ സാധനം കൂടെ ഉണ്ടായിരുന്നു, അത് നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവന്ന കേട്ടോ. വേറെ ഒന്നുമല്ല, കപ്പയും ബീഫും, അതായത് നമ്മളുടെ കപ്പ ബിരിയാണി. ഇത് എൻ്റെ ഉമ്മ സ്പെഷ്യലാണ്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ്. പക്ഷേ ഞാൻ ഉണ്ടാക്കാറില്ല, ഞാനിവിടെ വീട്ടിൽ വരുമ്പോൾ മാത്രം, ഉമ്മ ഉണ്ടാക്കി തരുമ്പോൾ മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അങ്ങനെ ചായയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തിരിച്ച് രണ്ടത്താണിയിലേക്ക് തന്നെ പോയി, കാരണം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അന്ന് രാത്രി കാലിക്കറ്റിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ, എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താലല്ലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇടുകയായിരുന്നെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമാവുമായിരുന്നു കേട്ടോ. അപ്പോൾ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.